14ാം നിയമസഭയുടെ സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തു. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ വി സജീന്ദ്രന്റെ 46 വോട്ടുകൾക്കെതിരെ 92 വോട്ടുകൾ നേടിയാണ് ശ്രീരാമകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. പി ജോർജിന്റെ വോട്ട് അസാധുവായി. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷീജ, ഇന്ന് സഭയിൽ നടന്നത് പൂർണ്ണാർത്ഥത്തിൽ. അജിംഷാദ്, കേരള നിയമസഭയുടെ 22ാമത് സ്പീക്കറായിട്ടാണ് ഇപ്പോൾ പി ശ്രീരാമകൃഷ്ണൻ ചുമതലയേറ്റിരിക്കുന്നത്. 14ാം നിയമസഭയുടെ അധ്യക്ഷനും അദ്ദേഹം 46-നെതിരെ 92 വോട്ടുകൾക്കാണ് അദ്ദേഹം സ്പീക്കറായി തെരഞ്ഞെടുത്തത്. രാവിലെ 9 മണിക്ക് തന്നെ പ്രോട്ടോം സ്പീക്കറായിരുന്ന എസ് ശർമ്മയുടെ മേൽനോട്ടത്തിലായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥിയായ വി സജീന്ദ്രന് UDFന്റെ അംഗബലം എന്ന് പറയുന്നത് 47 ആണ്. അതിൽ ഒരു വോട്ട് കുറച്ചാണ് വി സജീന്ദ്രന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയായിരുന്ന പി ശ്രീരാമകൃഷ്ണനാകട്ടെ 2 വോട്ട് അധികവും ലഭിച്ചു. പി ശ്രീരാമകൃഷ്ണന് പ്രോട്ടം സ്പീക്കറായിരുന്ന എസ് ശർമ്മ വോട്ട് രേഖപ്പെടുത്തിയില്ല. അതേസമയം BJP MLA ആയ ഒ രാജഗോപാൽ LDFനാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഈ രീതിയിൽ ഒരു വോട്ട് അസാധുവാവുകയും ചെയ്തു. അസാധുവായ വോട്ട് PC ജോർജിൻ്റെതായിരുന്നു. അതേസമയം ലഭിച്ച വോട്ടിൽ അധികമായി LDFന് ലഭിച്ച 2 വോട്ടിൽ ഒരു വോട്ട് UDF ക്യാമ്പിൽ നിന്നുള്ളതാണ്. ഇതിൽ ഒരു വ്യക്തത ഇനിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ആരുടെ വോട്ടാണ് എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇതിൽ UDF ക്യാമ്പ്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഇത് വിപ്പ് ലംഘിച്ചുള്ള ഒരു പ്രവർത്തനമല്ല എന്നാണ് പ്രാഥമികമായി തങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ യാതൊരു രീതിയിലും വിപ്പ് നൽകിയിരുന്നു, എന്നാൽ ഇതിൽ ആർക്കെങ്കിലും തെറ്റുപറ്റിയതാകാം എന്നൊരു നിലപാടുമായാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും 46-നെതിരെ 92 വോട്ടുകളുമായാണ് പി ശ്രീരാമകൃഷ്ണൻ 14ാം നിയമസഭയുടെ അധ്യക്ഷനായി ചുമതലയേറ്റിരിക്കുന്നത്. ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പി ശ്രീരാമകൃഷ്ണന്റെ ജീവിതത്തിലേക്ക്, സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെട്ട പി ശ്രീരാമകൃഷ്ണന്റെ ജീവിതരേഖയിലേക്കൊന്ന് പോയാൽ. EK ഇമ്പിച്ചിബാബയുടെയും പാലോളി മുഹമ്മദ് കുട്ടിയുടെയും പിന്മുറക്കാരനായി പൊന്നാനിയിൽ നിന്ന് 2ാം തവണയാണ് പി ശ്രീരാമകൃഷ്ണൻ നിയമസഭയിലെത്തുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് 5 വർഷം മുൻപ് പൊന്നാനി മണ്ഡലത്തിലെത്തിയ പി ശ്രീരാമകൃഷ്ണൻ പൊന്നാനിക്കാരനായി മാറിയ MLA ആണ്. 15,640 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ ശ്രീരാമകൃഷ്ണൻ ജയിച്ചത്. 2011-ൽ 4,101 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും UDFലെ PT അജയ് മോഹനെ തറപറ്റിച്ചാണ് നിയമസഭയിലെത്തിയത്. SFIയിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത്. പട്ടിക്കാട് സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദം. BEdനു ശേഷം മേലാറ്റൂർ RM ഹൈസ്കൂളിൽ അധ്യാപകനായി. പാർട്ടി നിർദ്ദേശപ്രകാരം അവധിയെടുത്ത് 1.5 പതിറ്റാണ്ടായി മുഴുവൻ സമയ പ്രവർത്തകൻ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം. SFI പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ, സിൻഡിക്കേറ്റ് അംഗം, DYFI മലപ്പുറം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, ദേശീയ പ്രസിഡന്റ്, യൂത്ത് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ, പെരിന്തൽമണ്ണ EMS ആശുപത്രി ഡയറക്ടർ, യുവധാര മാസിക മാനേജിംഗ് എഡിറ്റർ എന്നീ ചുമതലകൾ വഹിച്ചു. വേൾഡ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് യൂത്തിന്റെ ഏഷ്യൻ പസഫിക് മേഖലാ കൺവീനറായും പ്രവർത്തിച്ചു. ചൈന, റഷ്യ, ക്യൂബ, വെനസ്വേല, USA, UAE, നോർത്ത് കൊറിയ, ലാവോസ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. 2004 നടന്ന സ്വാശ്രയ കോളേജ് സമരത്തിൽ ഭീകരമായി ലാത്തിചാർജിനിരയായി. 16 ദിവസം ജയിൽവാസം അനുഭവിച്ചു. വെട്ടത്തൂർ AUP സ്കൂൾ അധ്യാപിക ദിവ്യയാണ് ഭാര്യ. നിരഞ്ജന, പ്രിയരഞ്ജൻ എന്നിവർ മക്കൾ. ന്യൂസ് ഡെസ്ക്. നിയമസഭയെ സംവാദത്തിനുള്ള വേദിയാക്കി മാറ്റുമെന്ന് പി ശ്രീരാമകൃഷ്ണൻ. വാച്ച് ആൻഡ് വാർഡിന്റെ കായിക ബലം കൊണ്ട് സഭ പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ഈ സാർവിളിയിൽ ഒരു കൊളോണിയൽ അവശിഷ്ടം, ഞാൻ പറഞ്ഞു കൊളോണിയൽ അവശിഷ്ടം അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളുണ്ട്. കോടതിയിലിപ്പോൾ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇപ്പോൾ നിർത്തിവെച്ചു. കറുത്ത ഗവൺമെൻറ്റിട്ട് ദൈവത്തെ അഭിസംബോധന, ദൈവം ഇരിക്കുന്നില്ലല്ലോ ഹൈക്കോടതിയിൽ. അപ്പോൾ അവർ തന്നെ നിരോധിച്ചു. അങ്ങനെയുള്ള പല സംഗതികളുണ്ട്. അതൊക്കെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇതിലങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നല്ല ദീർഘകാല പാരമ്പര്യമുള്ളവും പാർലമെൻറ്റേറിയന്മാരായിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. ഒരു സംവാദം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിലൊരു പക്ഷം ചേർന്നിട്ടില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വോട്ട് ചോർച്ച പരിചയക്കുറവ് മൂലമാകാം. രാജഗോപാൽ LDFന് വോട്ട് ചെയ്തത് രാഷ്ട്രീയ ധാരണയുടെ ഭാഗമാണെന്നും ചെന്നിത്തല ആരോപിച്ചു. ഞങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ശ്രീ PC ജോർജിൻ്റെയും അതോടൊപ്പം തന്നെ ശ്രീ ഒ രാജഗോപാലിൻ്റെയും വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ട എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതാണ്. അത് ഒരു വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ വോട്ടിങ്ങിൻ്റെ അകത്ത് വന്നിട്ടുള്ള ചില ഇപ്പം പരിചയക്കുറവ് കൊണ്ടൊക്കെ സംഭവിച്ചിട്ടുള്ളതാകാം എന്നുള്ളതാണ്. വേറെ മനഃപൂർവ്വം
അല്ല, അതെന്തോ ഒരു അപാകത ഉണ്ടായതാണ്, അത് മനഃപൂർവ്വമാണെന്ന് തോന്നുന്നില്ല. ആദ്യത്തെ ഒരു വോട്ടിംഗ് ആയതുകൊണ്ട് ചിലപ്പം പരിചയക്കുറവിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാകാം. അല്ലാതെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. UDFന്റെ തകർച്ച തുടങ്ങിയെന്ന് PC ജോർജ്. ശ്രീരാമകൃഷ്ണൻ ഒ രാജഗോപാൽ വോട്ട് ചെയ്തതിലൂടെ LDF BJP ബാന്ധവമാണ് വ്യക്തമാകുന്നതെന്നും PC ജോർജ് ആരോപിച്ചു. ഇതിനർത്ഥം രണ്ടൊന്ന് കാര്യങ്ങളുണ്ട്. UDF തകർച്ച തുടങ്ങി, 1. 2, നമ്മുടെ LDFും BJPയുമായി രഹസ്യ കച്ചവടം നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു എന്ന് തെളിയുകയാണിത്. LDFും BJPയുമായിട്ട് രഹസ്യധാരണയില്ലാതെ ഒ രാജഗോപാൽ കയറി LDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും. ഞാനങ്ങനെ കരുതുന്നില്ല. അപ്പോൾ ആ പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം അങ്ങനെ വരണമെങ്കിൽ അവർ തമ്മിൽ രഹസ്യ കച്ചവടം തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്ന് തെളിവായിട്ട് ഞാനിതിനെ കാണുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനം മുൻ നിലപാട് തുടരണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാക്കൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം ഇതപര്യന്തം എടുത്തു വന്ന നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയായില്ല എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. സുരക്ഷ എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്നുള്ളതാണ് ഇത്രയും കാലം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനം. അതിൽ നിന്ന് വ്യത്യസ്തമായി മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഡാം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. ആ നിലപാടിൽ ഗവൺമെൻറ് ഉറച്ചു നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പുറ്റിങ്ങൽ ദുരന്തത്തിൽ കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പിന് കേന്ദ്ര അന്വേഷണ സംഘം സമൻസ് അയച്ചു. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് സമൻസ്. വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, ഇന്നലെ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ സമൻസ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അമ്പല കമ്മിറ്റി ഭാരവാഹികൾ ഇന്നലെ, അതായത് ബാഹ്യ ഇടപെടൽ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു പരാമർശം, ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ബാഹ്യ ഇടപെടലിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടും ഇതില് അനുമതി വാങ്ങിക്കൊടുക്കുന്നതിന് പോലീസിനെ സമ്മർദ്ദം ചെലുത്തുന്നതിൽ പീതാംബരക്കുറുപ്പാണ് ഇടപെട്ടതെന്നായിരുന്നു ഇന്നലെ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ ദേശീയ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പീതാംബരക്കുറുപ്പിനെ നാളെ നടക്കുന്ന സിറ്റിംഗിൽ പങ്കെടുത്ത് മൊഴി നൽകാനായി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രത്യേക പ്രതിനിധി വശമാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഇപ്പോൾ സമൻസ് എത്തിക്കാനായി പ്രതിനിധി പോയിട്ടുള്ളത്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ, കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി നാളെ ദേശീയ അന്വേഷണ സംഘം എടുക്കും. ശരി രാജ്കുമാറാണ് വിവരങ്ങൾ. വാർത്തകളിലേക്ക്. വയനാട്ടിൽ കാട്ടാനയെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ ഗൂഢാലോചനയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. റിസോർട്ട് ക്വാറി മാഫിയകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വൈൽഡ് ലൈഫ് വാർഡൻ K ധനേഷ് കുമാറിന്റെ സ്ഥലം മാറ്റത്തിന് ആക്കം കൂട്ടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇതെന്നും ആരോപണം. കാട്ടാനയുടെ കൊലപാതകത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. വേട്ടയുടെ ഭാഗമായല്ല കൊല നടന്നത്. വനമേഖലയിലെ റിസോർട്ടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വൈൽഡ് ലൈഫ് വാർഡൻ K ധനേഷ് കുമാറിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് സംശയിക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ധനേഷ് കുമാറിനെ സ്ഥലം മാറ്റുന്നതിനുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിൽ ഇറങ്ങിയെങ്കിലും പുതിയ സർക്കാർ വന്നതോടെ ഇത് റദ്ദു ചെയ്യപ്പെടാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്ന് സംശയിക്കുന്നതായും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇപ്പം വയനാട് വൈൽഡ് ലൈഫ് വാർഡനായ, ഈ വന്യജീവി കേന്ദ്രത്തിന്റെ വൈൽഡ് ലൈഫ് വാർഡനായ ധനേഷ് കുമാറിനെതിരായിട്ട് വയനാട്ടിലെ കരിങ്കൽ കോറി, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം, അതേപോലെ തന്നെ റിസോർട്ട് മാഫിയ, അതുപോലെ തന്നെ വനഭൂമി കൈവശപ്പെടുത്തിയവരിൽ നിന്നും ആയിരക്കണക്കിന് ഏക്കർ തിരിച്ചു പിടിച്ചതിലുള്ള വിദ്വേഷമുള്ളവർ, ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു മാഫിയ നടത്തിയിട്ടുള്ളതായ അതീവ ഗൂഢതരമായിട്ടുള്ളതായ അദ്ദേഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്താനും അയാൾ ഇതിനിടയിൽ 2 പ്രാവശ്യം അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ വേണ്ടി നടത്തിയ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ അയാൾക്കെതിരായിട്ടുള്ളതായ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാനും വേണ്ടി നടത്തിയിട്ടുള്ളതാവാനുള്ളതായ വലിയ സാധ്യത വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നുണ്ട്. കേസ് വിജിലൻസ് ഫോറസ്റ്റ് കൺസർവേറ്റർ നേരിട്ട് അന്വേഷിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. അതേസമയം
വനം വകുപ്പിന്റെ അന്വേഷണ സംഘത്തോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കലക്ടർ ഇന്നലെ ഉത്തരവിറക്കി. അന്വേഷണ പുരോഗതി ഒരാഴ്ചയ്ക്കകം അറിയിക്കാനും കലക്ടർ കേശവേന്ദ്രകുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഉത്തർപ്രദേശിലെ മധുരയിൽ സംഘർഷം. SP ഉൾപ്പെടെ 22 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്കേറ്റു. കയ്യേറ്റക്കാരും പോലീസും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ജവഹർ ബാഗിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനെത്തിയതാണ് പോലീസ്. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു. മനു, നിലവിലത്തെ സ്ഥിതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ അജിംഷാദ് ഇപ്പോൾ മരണസംഖ്യ ഉയർന്നതായാണ് അറിയുന്നത്. 25ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. 260ഓളം 260 ഏക്കർ വരുന്ന സർക്കാർ പാർക്ക് കയ്യേറി കഴിഞ്ഞ 2 വർഷമായി ഈ കയ്യേറ്റക്കാർ സമരം നടത്തുകയായിരുന്നു. ഇവർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ ഇപ്രകാരമാണ്: രാഷ്ട്രപതിയൊപ്പം പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുകൾ പിൻവലിക്കുക, 1 രൂപയ്ക്ക് പെട്രോളും ഡീസലും വിൽക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ സംഘടന മുന്നോട്ട് വച്ചിരുന്നത്. ഇവർ പറയുന്നത് തന്നെ സുഭാഷ് ചന്ദ്രബോസ് പിൻഗാമികളായ സത്യാഗ്രഹി വിഭാഗമാണ് തങ്ങൾ എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അലഹബാദ് ഹൈക്കോടതി തന്നെ ഇന്നലെ ഇവരെ ഈ സർക്കാർ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസിന് നേരെ പ്രക്ഷോഭകാരികൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. തുടർന്ന് നടന്ന സംഘർഷത്തിലാണ് 100 കണക്കിന് പരം ആളുകൾക്ക് പരിക്കേൽക്കുകയും SP അടക്കം 2 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് മരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നെന്നാണ് BJP ആരോപിക്കുന്നത്. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കാലാവസ്ഥയെ നേർവഴിയിലാക്കാൻ പരിസ്ഥിതി ദിനത്തിൽ വയനാട്ടിൽ ജനകീയ പ്രയത്നം. മുളങ്കാടുകളുടെയും മരങ്ങളുടെയും പുഴകളുടെയും സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജൂൺ 5-ന് തുടക്കമാവുന്നത്. 10 ലക്ഷം മരത്തൈകളാണ് ഇത്തവണ വയനാട്ടിൽ മാത്രം നടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നൽകിയ പാടങ്ങൾ പച്ചപ്പിന്റെ നല്ല നാളേക്കുള്ള വഴികളാവുകയാണ് വയനാട്ടിൽ. 10 ലക്ഷം മരത്തൈകൾ നടുകയും പരിചരിക്കുകയുമാണ് ആദ്യ ലക്ഷ്യം. വിവിധ സംഘടനകളും വനം വകുപ്പും ഇതിൽ കൈകോർക്കും. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിനു കീഴിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഓർമ്മമരം പദ്ധതിയുടെ ഭാഗമായും മരത്തൈകൾ തയ്യാറായി. തണുപ്പിലേക്ക് തളിരിടുകയാണ് ഇവ. വേനലുകളിൽ കബനിയുടെ തീരങ്ങളെ തപിപ്പിച്ച ഉഷ്ണവായുവിനെ പ്രതിരോധിക്കാൻ മുളങ്കാടുകളുടെയും വൃക്ഷങ്ങളുടെയും ജൈവവേലി സൃഷ്ടിക്കുമെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകതകളിലൊന്ന്. പുഴ സംരക്ഷിക്കാൻ, ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കാൻ ഏറ്റവും ഫലപ്രാപ്തിയുള്ള മുളയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ മുള ഏറ്റവും കൂടുതലായിട്ട് പുഴ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നീർത്തട നദീതട ജല പദ്ധതി പ്രകാരം ബ്ലോക്ക് തലത്തിൽ കൂടുതൽ പുഴകൾ കണ്ടെത്തി അവിടെയെല്ലാം മുളകൾ നട്ട് സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രത്യേകത. വനത്തിനകത്ത് ഫലവൃക്ഷങ്ങളുടെ വ്യാപനവും പുഴകളുടെ സംരക്ഷണവും എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെയെല്ലാം തുടർച്ചയുമാണ് പരിസ്ഥിതി ദിനത്തിൽ ആരംഭിക്കുക. അനൂപ് കയാർ, വയനാട്. നമ്മുടെ MLA എന്ന നിലയിൽ പുതുമുഖമാണെങ്കിലും മണ്ഡലത്തിലെ എല്ലാ വികസന കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുമെന്ന് കൊല്ലം മണ്ഡലത്തിലെ MLA മുകേഷ് പീപ്പിൾ TVയോട് പറഞ്ഞു. കൊല്ലം മണ്ഡലത്തിൽ മുൻഗണനാക്രമത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുകേഷ് പീപ്പിൾ TVയോട് പറഞ്ഞു. അഭിനയ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താൻ MLA എന്ന നിലയിൽ നല്ല പ്രവർത്തനം നടത്തുമെന്ന വാദത്തിലാണ് കൊല്ലം MLA മുകേഷ്. പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ചിട്ടയോടുകൂടി ഓരോന്നോരോന്നായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഏത് പ്രവർത്തനമാണോ ആദ്യം വേണ്ടതെന്ന് തോന്നുന്നത് അതിനകത്തങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന കാര്യങ്ങളെന്നുള്ളത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. മണ്ഡലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ കൃത്യമായ മുൻഗണനാക്രമം പാലിക്കും. അല്ല, തീർച്ചയായിട്ടും ഇപ്പം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും ഉള്ളതാണെങ്കിലും കുറച്ച് കൂടുതൽ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടിവെള്ള പ്രശ്നമാണ്. കാരണം ഇവിടെ ശാസ്താംകോട്ട കായലിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റിൽ. തൻ്റെ മണ്ഡലത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനവും താൻ ലക്ഷ്യമിടുന്നുവെന്ന് മുകേഷ് വ്യക്തമാക്കി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. കൈരളി TV ഒരുക്കിയ മെഗാ ഷോ ഉത്സവ് 2016 തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു T. തോമസ് ആണ് മെഗാ ഷോയ്ക്ക് തിരികൊളുത്തിയത്. പ്രശസ്ത ഗായകരായ ഉണ്ണി മേനോൻ, റിമി ടോമി തുടങ്ങിയവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളുടെ നൃത്തവും കോമഡി ഷോകളും ഒക്കെ ഉത്സവ് 2016 വർണ്ണാഭമാക്കി.
തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു കൈരളി മെഗാ ഷോ ഉത്സവ് 2016 അരങ്ങേറിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ആയിരുന്നു മെഗാ ഷോയ്ക്ക് തിരികൊളുത്തിയതും. ആട്ടവും പാട്ടുമായി ഷംന കാസിമും റിമീറ്റോവും സരയുവും അരങ്ങ് തകർത്തു. ഹരിശ്രീ അശോകനും രമേശ് പിഷാരടിയും നർമ്മം കൊണ്ട് ആസ്വാദകരെ കയ്യിലെടുത്തു. ഉണ്ണിമേനോന്റെ മനോഹരമായ ഗാനങ്ങളും തിരുവല്ലയിലെ കലാ ആസ്വാദകർക്ക് വിരുന്നായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.